ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഇഷ്ടപ്പെട്ട ഫീച്ചർ ദേ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ്റെ വീഡിയോ. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് G87 M2 ആണ്. നമ്മുടെ വീഡിയോസിന് അതിലുള്ള സെക്കൻഡ് M2. അപ്പോൾ G87 എന്താണെന്ന്, അത് അവരുടെ ചാസി കോഡാണ്. ഈ LCI എന്ന് പറഞ്ഞാൽ ലൈഫ് സൈക്കിൾ ഇമ്പൾസ്. അതായത് നമ്മുടെ ഒരു വേർഷനിൽ നിന്ന് കുറച്ചൊരു ഫേസ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എന്താ പറയുന്നത്, ഒരു ഫേസ് ലിഫ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ BMW അങ്ങനെയല്ല, LCI എന്ന് പേരിടും. അപ്പോൾ G87 M2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ജനറേഷൻ ഓഫ് M2 ആണ്. അത് 2019 ഇറങ്ങിയ M2ൻ്റെ ഫേസ് ലിഫ്റ്റിലാണ് ഈ G87 വരുന്നത്. അപ്പോൾ 2023 ഇറങ്ങിയ വണ്ടിയുടെ പവർ എന്ന് പറയുമ്പോൾ 453 HP-യും 580 Nm ഓഫ് ടോർഗും ആയിരുന്നു. അത് കഴിഞ്ഞ് 2024 ഫേസ് ലിഫ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 473 HP-യും 600 Nm ഓഫ് ടോർഗിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നോർമലി BMWസിനകത്ത് വരുന്ന പോലെ രണ്ട് ഹെഡ്ലൈറ്റ്സ് അല്ല, യൂണിറ്റുകളല്ല വരുന്നത്. ഇതിൽ സിംഗിൾ പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് ആണ് വരുന്നത്. ഇതിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ചൂസ് ചെയ്തിരിക്കുന്ന ഷാഡോ ലൈൻ ലൈറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അകത്ത് മൊത്തം ഡീക്രോംഡ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നോർമലി കണ്ടുകൊണ്ടിരിക്കുന്ന M4-ലൊക്കെ വരുന്ന പോലത്തെ വലിയ ഗ്രില്ലല്ല, കുട്ടി ഗ്രില്ലാണ്, ട്വിൻ ഗ്രില്ലാണ് വരുന്നത്. യൂണിറ്റുകൾ മൊത്തം എക്സ്പോസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. താഴത്തോട്ടും വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ളി എക്സ്പോസ്ഡ് ആണ്. കാരണം കൂടുതലും വണ്ടി കൂളാവാൻ വേണ്ടി അവർ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ വണ്ടികളിലൊക്കെ വരുമ്പോൾ മൊത്തം കവേർഡ് അല്ലേ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയല്ല വരുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ രണ്ട് ബെൻസ് ഉണ്ട്. അത് നേരെ ബ്രേക്ക് കാലിപ്പേഴ്സിനകത്താണ് പോയിരിക്കുന്നത്. അത് കൂൾ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് 6 സെൻസേഴ്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ വീൽസ് ആൻഡ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് 275/35 R19 ഇഞ്ച് വീൽസ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. പുറവിൽ 20 ഇഞ്ചാണ്. സ്റ്റാഗേർഡ് വീൽസ് ആണ് BMW വരുന്നത്. സാറ്റ്നോറം എന്ന് പറഞ്ഞ കളറാണ് വരുന്നത്. പോർഷയുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള കളറാണ് വരുന്നത്. അപ്പോൾ BMW സ്റ്റാഗേർഡ് വീൽസ് ആണ് ഞാൻ പറഞ്ഞു. ഇതിന് പുറകിൽ വരുന്നത് 285/30 ആണ് വരുന്നത്. ഇത് 20 ഇഞ്ച് വീൽസ് ആണ് വരുന്നതും. ഇതും നമ്മൾ പറഞ്ഞ സാറ്റ്നോറം കളറിലാണ് വരുന്നത്. പുറകിൽ നോക്കുമ്പോഴും ഷാഡോ ലൈൻ ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ് വരുന്നത്. ഇത് ഫുള്ളി ഡീക്രോം ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കോഡ് എക്സോസ്റ്റ് കാണാം. ഇത്രയൊക്കെയാണ് പുറകിൽ നിന്ന്. അധികം വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ മൊത്തം ഒരു വൈറ്റ് ബോഡിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ത്രൂ ഔട്ട് ഒരു വണ്ടിക്ക് നല്ലൊരു, നമ്മൾ പറയാം, വൈറ്റ് ബോഡി ചെയ്ത വണ്ടികൾ നിങ്ങൾ നോർമലി കാണുന്നതല്ലേ. അപ്പോൾ ആ ഒരു ഇമ്പാക്ട് ഇതിൽ നല്ല രീതിയിൽ വരുത്താൻ പറ്റും. സൈഡിലേക്ക് വരുമ്പോൾ കോഡ് എക്സോസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 4 ഡിഫറൻ്റ് ആണ്. അതായത് കണക്റ്റഡ് അല്ല വരുന്നത്, ഇൻഡിവിജ്വൽ ആണ് വരുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 4 സെൻസേഴ്സ് കാണാം. ഇവിടെയാണ് ടോയിങ് ഹുക്ക് വരുന്നത്. ഡിഫ്യൂസർ കിറ്റ് ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പുറകിലത്തെ വിശേഷങ്ങൾ. സ്പീക്കേഴ്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഹർമൻ കാർഡിൻ്റെ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. പവർ വിൻഡോയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു ഫ്രെയിംലെസ് ഡോർ ആണ് വരുന്നത്. ബൂട്ട് ഓപ്പൺ ആക്കുന്നതിന് സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. നമുക്കിപ്പോൾ നോർമലി BM-ൽ കാണുന്ന പോലെ തന്നെ 2 ടൈംസ് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോഴാണ് ബോണ്ട് തുറക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ഡെഡ് പെഡൽ കാണാം. ആക്സിലേറ്ററും ബ്രേക്സിൻ്റെയും പെഡൽസും കാര്യങ്ങളും കാണാം. ഇവിടെ നോക്കുവാണെങ്കിൽ M2ൻ്റെ ഒരു ബാഡ്ജിങ്ങും ഉണ്ട്. സീറ്റ്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഫുള്ളി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സും കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു ഫുൾ ഒരു പാറ്റേൺ നിങ്ങൾ ഇത് കാണുന്നില്ലേ, ഇതിന് ആന്ത്രസൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു കണക്റ്റഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് ഒരു 14.9ഉം ഇതൊരു 12.9ഉം ആണ് വരുന്നത്. സ്റ്റിയറിംഗ് വീലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ നോർമലി നമ്മൾ M-കാസിന് വരുന്ന പോലെ തന്നെ ഇവിടെ ലോഗോയും കാര്യങ്ങളും വരുന്നുണ്ട്. 6 എയർ ബാഗ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. 14 സ്പീക്കേഴ്സും. അപ്പോൾ ഹേ ബ്രോ, വെൽക്കം. താങ്ക് യു. നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഹായ്, എൻ്റെ പേര് ബോണി. ഞാൻ എറണാകുളത്ത് അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാനൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. UX ഡിസൈനറായിട്ട് അഡോബി എന്ന് പറയുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്രോ, അപ്പോൾ ഈ കാർസിനോടുള്ള പ്രേമവും പാഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് എപ്പോഴാണ്? കാർസിനോടുള്ള പാഷൻ ചെറുപ്പം മുതലേ ഉണ്ട്. പക്ഷേ ഏത് ടൈപ്പ് ഓഫ് കാറുകളാണെന്നുള്ളത് കുറേ കൂടി ഡിഫൈൻഡ് ആയത് ഒരു ഫസ്റ്റ് കാർ ഓൺ ചെയ്യുന്നതിന് ശേഷമാണ്. എനിക്ക് കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എസ്തെറ്റിക്സ് ആയിരുന്നു പണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഞാൻ ഫസ്റ്റ് കാർ വാങ്ങിയത് ഒരു പോളോ 1.5 TDI ആണ്. അത് ഓടിച്ചതിന് ശേഷമാണ് കുറച്ചുകൂടി പെർഫോമൻസ് ഡ്രിവൺ വണ്ടികളിലേക്കുള്ള ഒരു പാഷൻ കൂടിയത്. ഓക്കെ. അപ്പം ആദ്യം ഓൺ ചെയ്ത വണ്ടി ഒരു പോളോ ആയിരുന്നു? അതെ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പെയ്യെ നമ്മൾ ആദ്യം എസ്തെറ്റിക്കിലോട്ടായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്, പിന്നെ പെയ്യെ പെർഫോമൻസിലേക്ക് എത്തിയില്ലേ? അതെ. അല്ല, ഫസ്റ്റ് വണ്ടി പോളോ വാങ്ങിയതിന് ശേഷമാണ് എനിക്ക് വണ്ടിയുടെ ഡ്രൈവിംഗ് ഡൈനാമിക്സിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ധാരണകൾ വന്നതും. അപ്പോൾ പിന്നീട് എൻ്റെ ചോയ്സുകളെല്ലാം അങ്ങനത്തെ ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള വണ്ടികളിനെ ഓടായിരുന്നു. ഓക്കെ. അത് എൻ്റെ ആ വണ്ടി കളഞ്ഞിട്ടാണോ അപ്പോൾ ഇതിലേക്ക് എത്തിയത്? അതെ. ഞാൻ ഓൾവേസ് ഒറ്റ കാറേ കീപ്പ് ചെയ്യാറുള്ളൂ. ഓക്കെ. ഫസ്റ്റ് ഒരു പോളോ വാങ്ങി. ആ സമയത്ത് പോളോ മാത്രമേ ഉള്ളൂ. അതിനുശേഷം പോളോ സെല് ചെയ്തിട്ട് എനിക്ക് BMW ഒരെണ്ണം ഓൺ ചെയ്യണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഫസ്റ്റ് BMW വാങ്ങിയത് ഒരു 330i ആയിരുന്നു. 330iയും ഒരു അടിപൊളി ഡ്രൈവേഴ്സ് കാർ തന്നെയാണ്. അപ്പോൾ പോളോ വാങ്ങിയതിന് ശേഷം പോളോ തന്നെ അത്യാവശ്യം മോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പിന്നെ 330i വാങ്ങിയപ്പോൾ 330i
അത്യാവശ്യം നന്നായിട്ട് ബിൽഡ് ചെയ്തു. പെർഫോമൻസ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേജ് 2 ബിൽഡ് ആയിരുന്നു. പിന്നെ എസ്തെറ്റിക് മോഡ്സ് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഉണ്ടായിരുന്നു, അലോയ് വീൽസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കളേഴ്സ് തന്നെ 2 തവണ മാറി. വൈറ്റ് കളറിലായിരുന്നു കാർ ആദ്യം വാങ്ങിയത്. അതിനുശേഷം പോർട്ടിമാവോ ബ്ലൂ കളറിലേക്ക് മാറ്റി. പിന്നെ അതിനുശേഷം അവസാനമായിട്ട് അതിനെ ഒരു ഫ്രോസൺ ഡീപ്പ് ഗ്രേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് M5 വരുന്ന ഫാക്ടറി കളർ, ഒരു മാറ്റ് ഫിനിഷ്, സാറ്റിൻ ഫിനിഷ് വരുന്ന ആ കളറിലോട്ട് മാറ്റി. അങ്ങനെ അത് ഇനിയൊരു അനദർ 10 ഇയേഴ്സ് കൂടി കൊണ്ട് നടക്കാമെന്നുള്ളൊരു പ്ലാനിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചേഞ്ച് ഓഫ് മൈൻഡ്, ഇങ്ങനെ ഒരു സാധനം എടുക്കാന്നുള്ളൊരു തോട്ടിലേക്ക് വരുന്നത്. ഒരു 330i ഓൺ ചെയ്തിട്ട് എങ്ങനെയാണ് അപ്പോൾ ഇതിലേക്ക് എത്തുന്നത്? 330 നമ്മൾ മോഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഫോമിൽ ഞാനൊരു അനദർ 10 ഇയേഴ്സും കൂടിയും പോകാനുള്ളൊരു പ്ലാനായിരുന്നു ആദ്യം. പിന്നെ ഓൾവേസ് ഒരു എം കാർ ഓൺ ചെയ്യണം എന്നൊരു ഡ്രീമായിരുന്നു. പക്ഷേ നമ്മൾ എൻ്റെ 330i കഴിഞ്ഞ് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു 340i വാങ്ങാന്നുള്ളതാണ്. കാരണം ഇപ്പോൾ 330iയിൽ കുറേ ലിമിറ്റേഷൻസ് കണ്ടായിരുന്നു പെർഫോമൻസ് മോഡുകൾ ചെയ്തപ്പോൾ, സപ്പോർട്ടുകളും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ 340iലേക്ക് കുറേ ലിമിറ്റ്ലെസ് ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ 340i വാങ്ങി ബിൽഡ് ചെയ്യാമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് അഗെയിൻ 330i ഇത്രയും ബിൽഡ് ചെയ്തിട്ട് ഒരു 340iലേക്ക് വേണ്ടി അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണതിലുള്ള ഡിഫറൻസ് എനിക്ക് അത്ര മാസീവായിട്ട് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അഗെയിൻ BMW വെൽ എഞ്ചിനീയർഡ് ആയിട്ടുള്ള പ്രോപ്പർ എം കാറിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് അതിൻ്റെ എഞ്ചിനീയറിംഗ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതിൻ്റെ എക്സ്പീരിയൻസ് തന്നെ വേറെയാണ്. അത് കാരണം കൊണ്ട് ഞാൻ ഓർത്തു നെക്സ്റ്റ് ടൈം ഞാൻ വാങ്ങുമ്പോൾ ഒരു പ്രോപ്പർ എം കാർ തന്നെ വാങ്ങാം. അതല്ലെങ്കിൽ അഗെയിൻ 340i ഞാൻ ബിൽഡ് ചെയ്ത് എം ആക്കാനായിട്ട് നോക്കും. അത് എന്തായാലും എത്ര ബിൽഡ് ചെയ്താലും ആ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താ പറയുക, നമ്മൾ ഡ്രാഗന് വേണ്ടി ബിൽഡ് ചെയ്യുന്ന ഒരു കാറ് പോലെയല്ല. അതിൻ്റെ ഡൈനാമിക്സും അതിൻ്റെ കുറേ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ വന്നാലും അത് മാറി തന്നെ നിൽക്കും. ഐ തോട്ട് ഞാനൊരു 340iയിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാൾ റാദർ ഐ വിൽ ഗോ ഫോർ എ എം കാർ, പ്രോപ്പർ എം കാർ, ആൻഡ് ദാറ്റ് ടു അതൊരു ഫ്ലാഗ്ഷിപ്പ് ലൈനപ്പ് ആയത് കാരണം കൊണ്ട് BMW എന്തായാലും അവർ എം കാർ ഓൺ ചെയ്യാന്നുള്ള ഒരു പ്ലാനിലേക്ക് തന്നെ എത്തി. ഒരു ഫാമിലി മാൻ ആണ്, അപ്പോൾ ഒരു കൂപ്പയിലേക്ക് വരുന്നതിന്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുമ്പ് വാങ്ങിയ എൻ്റെ 330i ഒരു 5 ഡോർ കാറ്, അതിനകത്ത് ഞാൻ മാക്സിമം ഫാമിലീനെയൊക്കെ കൊണ്ട് കുറേ പോയി. പക്ഷേ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ 80% ഓഫ് ദ ടൈം ദറ്റ് ഐ ഓൺഡ് ദ കാർ ഞാൻ സോളോ അല്ലെങ്കിൽ വൈഫായിട്ടുള്ള ഡ്രൈവ്സ് ആയിരുന്നു. ബാക്കി 2 സീറ്റ്സ് എംപ്റ്റിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊരു കോംപ്രമൈസ് ആയിരുന്നില്ല. കൂടുതലും അഗെയിൻ 2 പേരെ വെച്ച് പോകാനായിട്ടായിരുന്നു എയിം. പക്ഷേ ദിസ് കാർ ഈസ് കേപ്പബിൾ ഓഫ് ടേക്കിംഗ് 4 പീപ്പിൾ ഈസിലി. ബാക്കിലിരിക്കുന്ന 2 സീറ്റ്സിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോയി നോക്കിയായിരുന്നോ? ലോങ് ഡ്രൈവ്സ് അങ്ങനെ പോകാനായിട്ട് അത്ര നാളായിട്ടില്ല വണ്ടി എടുത്തിട്ട്. സോ ആകെ പോയേക്കുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി മൂന്നാർ പോയി വന്നു, പിന്നെ ഇടുക്കി പോയി വന്നു സെയിം ഡേ. അപ്പോൾ ആ ഒരു ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ റിലാക്സ്ഡ് ഡ്രൈവ് ആയിരുന്നു. യാതൊരു വിധത്തിലുള്ള ഒരു സ്ട്രെസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അഗെയിൻ ബാക്ക് സീറ്റിൽ ആൾക്കാരുണ്ടായിരുന്നു. ദേ വർ ഓൾസോ പ്രിറ്റി കംഫർട്ടബിൾ. അപ്പോൾ ബ്രോ വണ്ടി കറക്റ്റ് എടുക്കുന്നത് എപ്പോഴാണ്? 2025 മാർച്ച് 29 ഞാൻ കാർ എടുക്കുന്നത്. കാർ എടുക്കുന്നത്. ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയി വണ്ടി? ഇപ്പോൾ 6500 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു ഡെയിലി ഡ്രിവൺ കാറാണ്. എനിക്ക് വേറെ കാർസ് ഇല്ല. ആ, ഞാൻ ഈ ഒറ്റ കാറാണ് ഓൺ ചെയ്യണേ. അപ്പോൾ ഞാൻ ഡെയിലി ഓൺ ആൻ ആവറേജ് ഒരു 70 to 80 കിലോമീറ്റേഴ്സ് ഡെയിലി ഓടിക്കുന്നുണ്ട്. ഓക്കെ ബ്രോ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കളറിലേക്ക് എത്തിയത്? ഓക്കെ, എനിക്ക് കളേഴ്സൊക്കെ ഭയങ്കര പിക്കിയാണ് ഞാൻ എപ്പോഴും കാറിൽ. അതും ഓരോ കാറിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ടാണ് ഞാൻ കളേഴ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ M2 ഇപ്പോൾ ഓൾറെഡി നിലവിൽ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് കളേഴ്സ് ഉണ്ട്. എനിക്ക് ആ കളേഴ്സിൽ കുറച്ച് ഫ്ലാഷി ആയിട്ടുള്ള കളർ തന്നെ പിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ദാറ്റ് ടു എനിക്ക് ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു പിക്ക് എ ഇൻഡിവിജ്വൽ കളർ. അപ്പം ഞാൻ എന്തുകൊണ്ടും ഇന്ത്യയിൽ കറൻ്റ്ലി അവൈലബിൾ അല്ലാത്തൊരു കളർ ചൂസ് ചെയ്തു. അതാണ് ഫയർ ഓറഞ്ച് എന്ന് പറഞ്ഞ ഈ ഷെയ്ഡ്. ഈ ഷെയ്ഡ് ഇന്ത്യയിൽ M2 G87 വേറെ വരുന്നില്ല, നമ്മുടെ ഈ കാറിൽ മാത്രമേ വരുന്നുള്ളൂ. എന്തൊക്കെയാണ് ഇതിൽ ഇപ്പോൾ ആഡ് ഓൺ വന്നേക്കുന്നത്? ഇതിനകത്ത് നമ്മൾ ആഡ് ഓൺ ആയിട്ട് ചെയ്തേക്കുന്നത് ഷാഡോ ലൈൻ ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക്കലി ഈ ലൈറ്റ്സ് കുറച്ചുകൂടെ ഒരു ടിൻറ്റഡ് ഗ്ലാസ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ പോർഷൻസ് ഒക്കെ ബ്ലാക്ക് ആൻഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ടെയിൽ ലൈറ്റ് ആൻഡ് ഹെഡ് ലൈറ്റ് കോമ്പിനേഷനുള്ള ഒരു ഷാഡോ ലൈൻ ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ വരുന്ന സീറ്റ്സ് നമുക്ക് ഒരു 3 ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങും കളേഴ്സും. അതിനകത്ത് നമുക്ക് M കളേഴ്സ് ഉള്ള ബ്ലൂ ആൻഡ് റെഡ് ഉള്ള കോമ്പിനേഷൻ ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് M കോമ്പൗണ്ട് ബ്രേക്സ് 6 പിസ്റ്റൺ ബ്രേക്സ് ആണ് വരുന്നത്. അത് നമ്മൾ M കോമ്പൗണ്ട് ബ്രേക്സ് ചൂസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ S58 എഞ്ചിനാണ് വരുന്നത്. നമ്മുടെ M3, M4 വരുന്ന എഞ്ചിൻ കുറച്ച് ഡീട്യൂൺ ചെയ്തിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഒരു 3 ലിറ്റർ ടർബോ ചാർജിലാണ് വരുന്നത്. നമുക്ക് ഇൻലൈൻ 6 ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു 6 ഗ്രൂവ്സ് കാണുന്നത്. നമ്മുടെ ബാർസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ റെഡ് കളർ അടിച്ചിട്ടുണ്ട്. ഇത് റെഡ് പെയിന്റഡ് ആണ്. എഞ്ചിൻ്റെ സെറ്റപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബോഡിയുടെ അടുത്തോട്ടാണ് ഇരിക്കുന്നത്. അവരൊരു ഗിമിക്ക് ചെയ്യുക. കാരണം എന്തോന്ന് ഒരു മിഡ് എഞ്ചിൻ സെറ്റപ്പ് പോലെ ഒരു വെയിറ്റ് റേഷ്യോയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എഞ്ചിൻ കുറച്ച് അകത്തോട്ട് തള്ളിയാണ് ഇരിക്കുന്നത്. ഇത് 2 ടർബോ ആണ് വരുന്നത്. ടർബോയുടെ ഇൻടേക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ വിസിബിൾ ആണ്. മോഡേൺ 2JC എഞ്ചിനാണെന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോൾട്ടോൺസിൽ തന്നെ ഏകദേശം 800 HP മിനിമത്തിൽ നമുക്ക് അതിന് മണ്ടയ്ക്കേക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് വാഷർ ഫ്ലൂയിഡ് വരുന്നത്. അത്യാവശ്യം ടൈറ്റ്ലി പാക്ഡ് ആയിട്ടാണ് എഞ്ചിൻ ഇരിക്കുന്നത്. അപ്പോൾ ഒരു M-Car ആണ് ഓൺ ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം പുഷൊക്കെ ചെയ്തായിരിക്കും ഓടിക്കുന്നത്. എങ്ങനെയാണ് ശരിക്കുമുള്ള ഡ്രൈവിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ? ഞാൻ എല്ലാ തരത്തിലും വണ്ടി ഡ്രൈവ് ചെയ്യാറുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ കൂടുതൽ സോളോ ഡ്രൈവ്സ് പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ പുഷ് ചെയ്ത് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടെ ഉള്ളപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് ഓടിക്കാറ്. അതല്ലാതെ ഇപ്പോൾ വൈഫായിട്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ 2 രീതിയിൽ ഓടിക്കാറുണ്ട്. നോർമലി ഡേ ടൈമിലൊക്കെ അല്ലെങ്കിൽ അധികം വണ്ടികളില്ലാത്ത സമയത്ത് മാക്സിമം പുഷ് ചെയ്ത് ഓടിക്കും. രാത്രി ഞങ്ങൾ സംസാരിച്ച് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്ന് ഞങ്ങൾ ക്രൂസ് ചെയ്ത് ഓടിക്കും. അപ്പോൾ എല്ലാ ടൈപ്പ് ഡ്രൈവ്സും ഇഷ്ടമാണ്. അപ്പം വൈഫും ഒരു എന്തൂസിയാസ്റ്റ് ആണോ? ആദ്യം വലിയ എന്തൂസിയാസ്റ്റ് ആയിരുന്നില്ല. ഇപ്പോൾ ആൾ എന്തൂസിയാസ്റ്റ് ആയി തുടങ്ങി. ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് ഇതിന്റെ മൈലേജും കാര്യങ്ങളൊക്കെ? അതായത് ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വരുന്നത് നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടമാണ് മൈലേജ് ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ. അപ്പം എങ്ങനെയാണ്? ഇതിന്റെ ഒരു മൈലേജ് ഭയങ്കര ഒരു സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു എനിക്ക്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മൈലേജിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അതായത് ഈ ടൈപ്പ് ഓഫ് ഒരു കാറിൽ നിന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സോർട്ട് ഓഫ് മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ക്രൂസ് ചെയ്ത് ഓടിക്കുമ്പോഴൊക്കെ എനിക്ക് അപ് ടിൽ 12 km/ലിറ്റർ മൈലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ്സ് എ സർപ്രൈസിങ് മൈലേജ്. പിന്നെ അതല്ല, നന്നായിട്ട് പുഷ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ബിറ്റ്വീൻ 4 and 6 അങ്ങനെ. നമ്മുടെ മെയിൻ്റെനൻസിലേക്ക് വരാം. അപ്പോൾ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ? ഞാനും ആക്ച്വലി ഇതിന്റെ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്ന് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു നമ്മൾ കാർ എടുത്തതിന് ശേഷം ഫസ്റ്റ് സർവീസ് വരുന്നത് 2000 കിലോമീറ്ററിലാണ്. ഇതിന്റെ എഞ്ചിൻ ഓയിലും ഡിഫറൻഷ്യൽ ഓയിലും മാറാനായിട്ടുള്ളൊരു സർവീസ്. പിന്നെ ഇതേ ഇപ്പോൾ അടുത്ത സർവീസിന് ടൈം ആയിട്ടുണ്ട്. ആഫ്റ്റർ 6500 കിലോമീറ്റേഴ്സ് ഒക്കെ ആയപ്പോൾ. അപ്പോൾ എനിവേ ക്ലോസ് ടു 35-40,000 എന്തായാലും വരും ഇഫ് ദർ ഈസ് നോ ചേഞ്ചിങ് ഓഫ് പാർട്സ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പെർട്ടിക്കുലർ ടൈമിൽ അങ്ങനെ ഫിക്സ്ഡ് അല്ല. നമ്മളുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് ഈ വണ്ടിയുടെ സർവീസ് ഫ്രീക്വൻസികൾ വരുന്നത്. അത് റൈറ്റ് ടൈം എപ്പോഴാവുന്നതാവുമ്പോൾ ആ ടൈമിൽ നമുക്ക് നോട്ടിഫൈ ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര റാഷ് ആയിട്ട് ഓടിക്കുന്ന ആൾക്ക് ഫ്രീക്വൻസി ഭയങ്കര കൂടുതലായിരിക്കും. ഞാനൊരു ബാലൻസ്ഡ് ഇതിൽ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡിലാണ്. ഇപ്പോൾ ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈം ആണ് ഇതിലൂടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഡ്രോബാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഇത്രയും പൈസയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ കാറുകൾക്ക് ബേസിക് ആയിട്ട് വേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ 360 ക്യാമറ, അതൊക്കെ ഇതിനകത്തില്ല. 360 ക്യാമറ ഇല്ല, 360 സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ 360 ക്യാമറ ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നി ഇന്ത്യൻ ട്രാഫിക്കിന്റെ സിനാരിയോസ് എടുത്ത് നോക്കുമ്പോൾ. പിന്നെ BMW ഇതുവരെ തരാത്തൊരു സംഭവമാണ് അത്. ഞാനൊരു സജഷനായിട്ട് പറയണത്, നമുക്ക് ലെവൽസും കൂടി അറിയാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ബിക്കോസ് അത്യാവശ്യം ലോ ആയിട്ടുള്ള ഒരു കാർ ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ടെറൈൻസിൽ കൂടെ ഓടിക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. താഴെ മുട്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ ആ ഒരു ഹൈറ്റ് നമുക്ക് അറിയാനായിട്ടുള്ള എന്തെങ്കിലും സോർട്ട് ഓഫ് സെൻസേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് ഡ്രോബാക്സ് ആയിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷേ ആസ് എ സജഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രോപ്പർ M-Car, ഒരു ഫ്ലാഗ്ഷിപ്പ് ലൈനപ്പിലുള്ള ഒരു കാറ് ഓൺ ചെയ്യുമ്പോൾ BMW ആ ഇൻറ്റീരിയറിനകത്ത് ആ ഒരു ഫെയർ ഡിഫറൻസ് കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഷെയർഡ് ഉണ്ട് ബാക്കിയുള്ള കാർസായിട്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീല് ഒക്കെ വരുന്ന എല്ലാ കാറിനും വരുന്ന പോലെ തന്നെയാണ് ഇൻറ്റീരിയറിലുള്ള ഡിസ്പ്ലേ അങ്ങനെയുള്ള സംഭവമൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്ട്രാ ഡിഫറൻസ് തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. നമുക്കൂടെ കുറച്ചുകൂടെ ആ ഡിഫറൻസ് ഫീൽ ചെയ്തായിരുന്നു നമുക്കും കുറച്ച് സന്തോഷമായിരുന്നു. അതെ. പക്ഷേ ഈ സീറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ് ബാക്കിയുള്ളത്. നമ്മളിപ്പോൾ ആസ് എ ഡ്രൈവർ നമ്മുടെ POV കാണുന്ന ആ ഡാഷ് ബോർഡ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ 340 എടുത്ത് നോക്കി കഴിഞ്ഞാൽ എക്സാക്ട് സെയിം ഡാഷ് ബോർഡാണ്, സെയിം സ്റ്റിയറിംഗ് ആണ്, സെയിം സ്ക്രീനാണ്. ദോ UI കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ ആ ഒരു സംഭവമൊക്കെ കുറച്ചും കൂടി നമ്മൾ ഇങ്ങനത്തെ കാസിന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആൻഡ് യൂണീക്ക് ആക്കിയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ.
പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാഡൽ ഷിഫ്റ്റേഴ്സ്, ഇത് കുറച്ചും കൂടി എക്സ്പീരിയൻസ് തരുന്ന പാഡൽ ഷിഫ്റ്റേഴ്സ് ആണെങ്കിൽ നല്ലതായിരുന്നു. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇത് പാഡൽ ഷിഫ്റ്റേഴ്സ് മാറ്റി കുറച്ചും കൂടി റെസ്പോൺസ് കിട്ടുന്ന രീതിയിലുള്ള ഫീഡ്ബാക്ക് ഉള്ള കൈൻഡ് ഓഫ് മാഗ്നറ്റിക് പാഡൽസും അങ്ങനെ കുറേ ഓപ്ഷൻസ് ട്രൈ ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കും അത് അപ്ഗ്രേഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. റൈഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട് ഈ ഇന്ത്യൻ റോഡ്സിൽ ഓടിച്ചിട്ട്? റൈഡ് ക്വാളിറ്റി സർപ്രൈസിംഗ്ലി നല്ലതാണ്. ഇതിനകത്ത് അഡാപ്റ്റീവ് ഡാമ്പേഴ്സാണ് വരുന്നത്. നമുക്ക് കോൺഫിഗർ ചെയ്യാം സ്പോർട്സ് ആൻഡ് കംഫർട്ട് മോഡ് സസ്പെൻഷൻ. അപ്പോൾ അതനുസരിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കംഫർട്ടബിൾ ആണ് ഫോർ എ കാർ ലൈക്ക് ദിസ്. വണ്ടി നല്ല രീതിക്ക് സ്റ്റേബിൾ ആണ്. നമ്മളിപ്പോൾ കോർണേഴ്സിലൊക്കെ ഫുൾ ഫ്ലോർ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാലും വണ്ടി അനങ്ങില്ല. നല്ല പ്രോപ്പർ പ്ലാന്റഡ് ആണ്. അതിന് വണ്ടിയുടെ MDM എന്ന് പറഞ്ഞ ഫീച്ചർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊരു ഓവർ പവേർഡ് റിയർ വീൽ കാറായിട്ടും നല്ല രീതിയിലുള്ള ട്രാക്ഷൻ ഇത് തരുന്നുണ്ട് ഈ MDM ഫീച്ചർ ഉള്ള കാരണം. ഇതിനകത്ത് വന്നിരിക്കുന്ന ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? എനിക്ക് ഈ വണ്ടി ഓൺ ചെയ്തപ്പോൾ തോന്നിയ മേജർ ഡിഫറൻസുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അതിനകത്ത് വന്ന ഒരു മേജർ സംഭവം എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ആണ്. ഇതിൻ്റെ 6 പിസ്റ്റൺ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സംഭവമാണ്. അത് നമ്മളെ മാക്സിമം പുഷ് ചെയ്യാനായിട്ട് ടെംപ്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ബ്രേക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ദ നെക്സ്റ്റ് തിങ് ഈസ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഡിസ്പ്ലേസ് ഒന്നും വലിയ ഇഷ്ടം ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ ഒരു കാർ വന്നപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കാണാൻ നമുക്ക് ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അത് കമ്പൈൻഡ് വിത്ത് ദ ഹെഡ് അപ്പ് ഡിസ്പ്ലേ തരുന്ന ആ ഒരു ഇൻ്റർഫേസ് നമുക്ക് ശരിക്കും ഒരു ഗെയിം കളിക്കുന്ന സോർട്ട് ഓഫ് എക്സ്പീരിയൻസ് തരുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഐ എം കോംപ്രമൈസിങ് ദാറ്റ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി ക്രൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇൻറ്ററപ്ഷൻസ് കുറയ്ക്കാനായിട്ട്, ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തിടാം. ചേട്ടനപ്പോൾ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇതിനകത്ത് M2 കോൺഫിഗർ ചെയ്തേക്കുന്ന സെറ്റിംഗ്സും പിന്നെ ഇതിന്റെ ബ്രേക്കിംഗ് അത് തരുന്ന കോൺഫിഡൻസും ആണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ്. അപ്പം കാർ എടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ട്രാക്കിൽ കൊണ്ടുവരുന്ന ആഗ്രഹങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഇതുവരെ ഒരു ട്രാക്ക് ഡേ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഒരു പ്രോപ്പർ ട്രാക്ക് കാറാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് M ഡ്രിഫ്റ്റ് അനലൈസർ ഉണ്ട്, M ലാപ്പ് ടൈമർ ഉണ്ട്, പിന്നെ പ്രോപ്പർ ട്രാക്ക് മോഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം പുഷ് ചെയ്തൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് സൂൺ ഒന്ന് ട്രാക്ക് ഡേ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇതിൽ കറക്റ്റ് എന്തൊക്കെ മോഡ്സ് ആണ് വരുന്നത്? ഇതിനകത്ത് നമുക്ക് പെർഫോമൻസ് ആയിട്ട് കുറേ മോഡ്സ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ട്രാക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. M ഡ്രിഫ്റ്റ് അനലൈസർ, ഇപ്പോൾ നമ്മളിത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ലെവൽസും അതിൻ്റെ ആംഗിളും കംപ്ലീറ്റ് ഇൻസൈറ്റ്സ് നമുക്ക് തരും. സോ ബേസ്ഡ് ഓൺ ദിസ് നമുക്കത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പഠിക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ വരുന്നത് ഇതിനകത്ത് M ലാപ്പ് ടൈമർ ഉണ്ട്, പിന്നെ പ്രോപ്പർ ട്രാക്ക് മോഡ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ M മോഡ് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ്, സ്പോട്ട് ആൻഡ് ട്രാക്ക് എന്ന് കാണാം. ഇത് ഡ്രൈവർ സൈഡിലേക്ക് തരുന്ന ഇൻട്രപ്ഷൻസിൻ്റെ ലെവലാണ്. റോഡ് ഇടാണെന്നുണ്ടെങ്കിൽ കുറേ ഇൻട്രപ്ഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ലൈൻ അസിസ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഭയങ്കരമായിട്ട് വണ്ടി ആ ട്രാക്ക് കീപ്പ് ചെയ്യാൻ നോക്കും. അങ്ങനെയുള്ളത് സ്പോട്ടിലിടുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡിസേബിൾ ആവും. ട്രാക്ക് ഇടുമ്പോൾ ഈ ഡിസ്പ്ലേ തന്നെ ഓഫ് ആവും, നമുക്ക് ഫുൾ ഫോക്കസ് റോഡിലേക്ക് കിട്ടാവുന്ന രീതിയിൽ. പിന്നെ വരുന്നത് നമ്മൾ യൂഷ്വലി BMWസിൽ കാണുന്ന ഇക്കോ പ്രോ കംഫർട്ട് ആൻഡ് സ്പോർട്ട് മോഡ് എന്ന് പറയുന്നതിന് പകരം ഇതിനകത്ത് ഈ സെറ്റപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കോൺഫിഗറേഷൻ M1 and M2 എന്ന് കാണാം. അതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ കാണുന്ന M1 and M2 ബട്ടൺസ്. ഇത് നമുക്ക് ഡ്രൈവറിൻ്റെതായ രീതിയിൽ എങ്ങനെയാണ് ഈ വണ്ടി നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ആ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ്ലി കോൺഫിഗർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ M2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം എൻജിൻ മുതൽ ട്രാൻസ്മിഷൻ, ബ്രേക്ക്, ട്രാക്ഷൻ, പല ലെവൽ ഓഫ് ട്രാക്ഷൻസ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. ഇതിനകത്ത് MDM, M ഡൈനാമിക് മോഡ് എന്ന് പറയുന്ന മോഡ് നമുക്ക് ചൂസ് ചെയ്യാം. അതെല്ലാം കംപ്ലീറ്റ് ട്രാക്ഷൻ ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ്, M സൗണ്ട്, അതായത് നമുക്ക് ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എക്സോസ്റ്റിൻ്റെ വാൽവ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബട്ടൺ വരുന്നുണ്ട്. അത് നമുക്ക് ഈ കോൺഫിഗറേഷനിൽ അത് ഓപ്പൺ ആയിട്ട് വെക്കുന്നു, ക്ലോസ് ആയിട്ട് വെക്കണം എന്നുള്ളതൊക്കെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ M1 M2 സെറ്റ് ചെയ്തേക്കുന്നത് ഇതെൻ്റെ സോളോ ഡ്രൈവ് മോഡ്, അതായത് ഒരു കോർ പെർഫോമൻസ് മോഡും ഇതെൻ്റെ ഒരു ഫാമിലി മോഡുമാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു പ്രോപ്പർ ഫാമിലി കാർ പോലെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ. M2 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ അഗ്രസീവ് മോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ അപ്പോൾ സീറ്റ്സും കാര്യങ്ങളും വരുന്നത്, ഇതിപ്പോൾ ഇതിനകത്ത് നമ്മൾ സീറ്റ്സ് 2 ഓപ്ഷൻസാണ് ശരിക്കും വരുന്നത്, ബക്കറ്റ് സീറ്റ്സും പിന്നെ കംഫർട്ട് സീറ്റ്സും ആണ്. ബക്കറ്റ് സീറ്റ്സ് ഇന്ത്യയിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റില്ല. അത് ഒരു പ്രോപ്പർ ട്രാക്ക് യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു സീറ്റ്സ് ആണ്. ഇത് കുറച്ചുകൂടെയും
ഈ സീറ്റ്സ് തരുന്ന കൈൻഡ് ഓഫ് കോൺഫിഡൻസ് ഭയങ്കര അടിപൊളിയാണ് നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത്. കാരണം ഇത് ഭയങ്കര ടക്ഡ് ഇൻ ആൻഡ് ഹഗ്ഗിങ് ഫീലാണ് തരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് സീറ്റ്സിൽ വേറെ അഡീഷണൽ കുറേ കൺട്രോൾസ് വരുന്നുണ്ട്. നമ്മൾ യൂഷ്വൽ സീറ്റ് കൺട്രോൾസിന് പുറമെ ഇതിൻ്റെ ലംബാ സപ്പോർട്ട് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ഹഗ്ഗിങ് ആണ്. അപ്പോൾ നമ്മൾ ടേൺസ് ഒക്കെ എടുക്കുമ്പോൾ എക്സ്ട്രാ കോൺഫിഡൻസ് വരും. പിന്നെ ഇതിൻ്റെ ആർച്ച് ഔട്ട് ബാക്കിൽ നിന്ന് നമുക്ക് പല ലെവൽസ് കൺട്രോൾ ചെയ്യാം. പിന്നെ യൂഷ്വൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സും റിക്ലൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും. പിന്നെ അഡീഷണൽ സംഭവം എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ്സ് ഓട്ടോമാറ്റിക്കലി ടൈറ്റ് ആവും. നമ്മളുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചിട്ട് വേണ്ട സ്ഥലങ്ങൾ എത്തുമ്പോൾ അത് ടൈറ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു സംഭവമൊക്കെ നമുക്ക് അഡീഷണൽ കോൺഫിഡൻസ് തരും ഡ്രൈവ് ചെയ്യണ സമയത്ത്. ഇതിന്റെ കീയിൽ ഇപ്പം എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ? ഇതിൻ്റെ കീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള BMW പോലെ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ BMW പ്രൊവൈഡ് ചെയ്തൊരു അൽക്കൻഡാര കവർ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. കീ ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യൽ കുറവാണ് കാഷ്വൽ ഡ്രൈവ്സിലൊക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ളൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വെച്ചിട്ട് നമുക്ക് വണ്ടി കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാം. ഐ മീൻ കീക്ക് പകരം ഓൾട്ടർനേറ്റീവായിട്ട് ഫോൺ യൂസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഫോൺ എടുത്തിട്ട് ഇവിടെ ഈ ട്രെയിൽ പ്ലേസ് ചെയ്താൽ മാത്രം മതി. അതുപോലെ ഫോൺ നമ്മൾ പുറത്ത് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അൺലോക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഫീച്ചർ ഞാൻ എപ്പോഴും കാഷ്വലി പുറത്തുള്ളപ്പോൾ കീ വീടിനകത്തായിരിക്കും. സോ പെട്ടെന്ന് ഡ്രൈവ് പോകാന്നൊക്കെ പറയുമ്പോൾ ഫോൺ കയ്യിൽ എപ്പോഴും ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് കീ അങ്ങനെ യൂസ് ചെയ്യാറില്ല അൺലെസ് ലോങ് ഡ്രൈവ് പോകുമ്പോൾ അല്ലാതെ. പിന്നെ നമുക്കൊരു കാർഡും കൂടി കിട്ടും, കാർഡ്. അത് വെച്ചിട്ട് നമുക്ക് ടാപ്പ് ചെയ്തിട്ടായാലും ഇതുപോലെ ഇപ്പൊ ഡ്രൈവ് ചെയ്യുമ്പം എങ്ങനെയാണ്? പാട്ടൊക്കെ കേട്ട് പോകുന്ന കൂട്ടത്തിലാണോ? തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്നില്ലെങ്കിൽ എക്സോസ് നോട്ട് കേട്ട് ഓടിക്കും, അപ്പൊ പാട്ട് കേൾക്കില്ല. ആ അതല്ലെങ്കിൽ ക്രൂസ് ചെയ്ത് രാത്രിയൊക്കെ കുറച്ച് സംസാരിച്ചൊക്കെ ഓടിക്കുമ്പോൾ കുറച്ച് പാട്ടൊക്കെ ഇട്ടിട്ട് പോകും. അപ്പോൾ പാട്ട് ഇതിന്റെ സൗണ്ട് സിസ്റ്റം ഭയങ്കര കമന്റബിൾ ക്വാളിറ്റിയാണ്. 14 സ്പീക്കേഴ്സ് ഉള്ള ഒരു ഹാമൻ കാർഡിന്റെ സിസ്റ്റം ആണ്. ഉം. അത് ഇമ്മൻസ് എക്സ്പീരിയൻസ് ആണ്. അത് ഞങ്ങള് നൈറ്റ് ഡ്രൈവ്സ് ഒക്കെ ചെയ്യുമ്പോൾ ക്രൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഞാനും വൈഫും കൂടി പാട്ടൊക്കെ കേട്ടോണ്ട് ഡ്രൈവ് ചെയ്യും എപ്പോഴും. നൈസ്. എങ്ങനെയാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ വണ്ടിയുടെ എല്ലാം ഇടുന്ന കൂട്ടത്തിലാണോ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം സോഷ്യലാണ്, കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ബ്രോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിരിക്കാം. ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് MG-നെ കുറിച്ചുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ആളുകൾ DM ചെയ്ത് കഴിഞ്ഞാൽ ബ്രോ റെസ്പോൺസ് ചെയ്യത്തില്ലേ? യെസ് ഓഫ് കോഴ്സ്, ഞാൻ എല്ലാവർക്കും റെസ്പോൺസ് കൊടുക്കുന്ന ഒരാളാണ്. നൈസ്. അപ്പം വീഡിയോയിൽ വന്നതിനും നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിനും പിന്നെ സമയം കണ്ടെത്തിയതിനും എൻ്റെ വക താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓഡിയൻസ് സൈഡിൽ നിന്നും താങ്ക് യു. ഹാപ്പി ടു ബി പാർട്ട് ഓഫ് യുവർ ഫാമിലി. ഓൾവേസ് വെൽക്കം. അപ്പോൾ ഇനിയും ഭാവിയിൽ നമുക്ക് ഇനിയും കുറച്ച് മോഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വീഡിയോസ് വായിച്ച് ക്യാച്ചപ്പ് ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.